എല്ലാവർക്കും നമസ്കാരം. വലിയൊരു ഇൻട്രൊഡക്ഷൻ്റെ ഒരു ഇതൊന്നുമില്ല. കാര്യം നമ്മൾ നിൽക്കുന്നത് കിസാറിലാണ്. കിസാറിൽ HLDBയിൽ. അപ്പോൾ HLDBയിൽ അകത്ത് നമ്മളിപ്പോൾ പോയി പെർമിഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. പറ ബിനിച്ചേട്ടാ, എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം ഇപ്പം? അതായത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമൻ ബാങ്ക് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തേക്കുവാണ്. പ്രൈവറ്റ് പാർട്ടിക്ക് ആർക്കും കൂടുന്നത് HLDBന്ന് സെമൻ വിൽക്കണില്ല. भाई साहब अभी यहाँ से क्यों सेल नहीं करता है? ये देखो, यहाँ से कुछ लोग ब्लैक करने लग गए थे. अच्छा, मान लिया यहाँ से 100 बिल का सीमन लिया और उसका 1000 बना के लोगों को बेचना शुरू कर दिया. डुप्लीकेसी स्टार्ट कर दी लोगों ने. अच्छा जी. എന്താണ് ഇത് നിർത്തി വെക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ആൾക്കാർ വന്നിട്ട് ഏജന്റുമാർ വന്നിട്ട് 100 സിമൻ മേടിക്കും. 100 സിമൻ വാങ്ങിയിട്ട് ഈ സാധനം ബില്ല് കാണിച്ച് കർഷകർക്ക് 1000 ഡ്യൂപ്ലിക്കേറ്റ് സിമൻ, അതിൻ്റെ കൂടെ ഒരു 900 ഡ്യൂപ്ലിക്കേറ്റ് സിമൻ അടിച്ചിട്ട് 1000 സെമനായിട്ട് വിൽക്കും. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സെമൻ്റെ പേരിൽ. അത് കാരണം ഇപ്പോൾ എൻട്രി വരെ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ്, സെമൻ വിൽപ്പന സ്റ്റോപ്പ് ചെയ്തേക്കുവാണ്. പുറത്തുനിന്ന് ആരും ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. भाई साहब इसकी जो नकली सीमेंट जो करता है, जो लोग करता है ऐसा बिजनेस, वो लोग जो एजेंट लोग करता है ना? हाँ, एजेंट बड़ा लोग करेगा. एजेंट बड़े जो एजेंट होता है ना. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു 10 ബുള്ള്, ഇപ്പോൾ ഒരു PC, ഒരു M2, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ബുള്ള്, ആ ബുള്ളിൻ്റെ സെമന് ഇവർ വന്നിട്ട് ഒരു 100 സ്ട്രോ മേടിക്കും ബൾക്കായിട്ട്. എന്നിട്ട് ഈ സാധനം ഇതേ സെയിം സ്ട്രോ തന്നെ കോപ്പി അടിക്കും, ഏകദേശം ഒരു 900 സ്ട്രോ. എന്നിട്ട് അതിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് സെമൻ അതിൽ ഫില്ല് ചെയ്തിട്ട് അതാണ് കർഷകർക്ക് കിട്ടുന്നത്. അതിപ്പോൾ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഭവം, ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതുകൊണ്ട്, ആ ഒരു സ്ട്രോ കച്ചവടം നടക്കുന്നത് കൊണ്ട് പേര് നശിച്ചു പോകുന്നത്, HLDBയുടെ പേര് നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാര്യം ഡ്യൂപ്ലിക്കേറ്റ് സെമൻ പോകുന്നു, റിസൾട്ട് ഇല്ലാതെ വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതെ, ചീത്തപ്പേര് മൊത്തം കിട്ടുന്നത് HLDBക്കാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം വളരെ ഇതായിട്ട് തന്നെ ഗവൺമെൻറ് എടുത്തിട്ടാണ് അങ്ങനെ ഒരു വലിയൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇനി ഇതിന് ആൾട്ടർനേറ്റീവായിട്ട് എന്തെങ്കിലും കണ്ടെത്തുമായിരിക്കാം. ഇതിൽ HLDB ഇടപെട്ടത് നിർത്തിയത് കൊണ്ട് അറിഞ്ഞു. അപ്പോൾ എത്രയോ പ്രൈവറ്റ് ബുള്ളിൻ്റെ സെമൻ ഇങ്ങനെ നടക്കുന്നു. തീർച്ചയായിട്ടും മെയിനായിട്ട് സൗത്ത് ഇന്ത്യ, അതർ സ്റ്റേറ്റ്, ഹരിയാനയുടെ പുറത്തേക്ക് പോകുന്ന സാധനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഡ്യൂപ്ലിക്കേസി വരുന്നത്. തീർച്ചയായിട്ടും. आपका एड्रेस बता दीजिए. मेरा नाम शिव कुमार और मेरे पास भी एक बुल है जो श्याम बालकिया के नाम से है. और 20 किलोमीटर दूर मेरा गाँव यहाँ से. നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ബുള്ള് സെമനും ഇദ്ദേഹം വിൽക്കുന്നുണ്ട് പ്രൈവറ്റ് ആയിട്ട്. അദ്ദേഹത്തിന്റെ और वो HLDB के बुल का बेटा है, वो PC 400. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് HLDBയുടെ തന്നെ ഒരു ബുള്ളിന്റെ കുട്ടിയാണ് അവിടെ നിൽക്കുന്ന നമ്മുടെ ശ്യാം പാലക്ക്. അപ്പോൾ വളരെ നിരാശയോട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അകത്ത് കയറാൻ എല്ലാ സംവിധാനങ്ങളും ഉള്ളതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യം കൊണ്ട് ഫുള്ള് ബന്ധാക്കി വെച്ചിരിക്കുകയാണ്. സ്റ്റാഫുകൾ പോലും ഇല്ല, ഏതോ 1-2 സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ. സ്റ്റാഫുകൾ വരെ ബന്ധാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപാടധികം ഇനിയും കാഴ്ചകളുണ്ട്. അതിൽ നിന്ന് പിന്നോട്ടില്ല. ഒരുപാടധികം കാഴ്ചകൾ നിങ്ങൾ ഹരിയാനയിൽ നിന്നും അതുപോലെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് അങ്ങനെയുള്ള ഒരുപാടധികം സംഭവങ്ങൾ ഇനി വരാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു അല്ലേ ബിനിച്ചേട്ടാ? അതൊക്കെ എത്തിക്കാൻ നമുക്ക് എൻട്രി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഇതിപ്പോൾ ഹരിയാന സ്റ്റേറ്റ് ഗവൺമെൻറ് HLDB. അതുപോലെ നമുക്ക് ഇനി NDRAയിൽ പോകാൻ. അല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം CRBയോടെ ചെയ്തല്ലോ. CRB നമുക്ക് എൻട്രി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എൻട്രി ഉണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു എൻട്രി ഇല്ലാതെ നമുക്കറിയായിരുന്നു ഇവിടെ എൻട്രി കിട്ടില്ല. പിന്നെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതെ, നല്ല കണക്ഷൻ ഉള്ള ഒരു ആൾ കൂടിയാണ്. ആളുടെ എല്ലാ ഇരുമകളും ഇവിടെ റെക്കോർഡഡ് ആണ്. ആൾക്ക് ഇവിടെ നല്ല ഓഫീസ് സ്റ്റാഫൊക്കെ ആയിട്ട് നല്ല പരിചയമുള്ളതാണ്. ആ ഒരു ബേസിൽ വെച്ചിട്ടാണ് നമ്മളിവിടെ. പക്ഷേ ഇവിടുത്തെ സ്ഥിതി വളരെ രൂക്ഷമാണ് ഈ ഒരു സാഹചര്യം കാരണമാണ്. അപ്പോൾ എന്താ പറയാ, നിരാശയുണ്ട് നമുക്ക്. അതെ തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. സ്റ്റേ ട്യൂൺ. നമ്മുടെ ഹരിയാന പഞ്ചാബ് റൗണ്ടപ്പിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ട് വളരെയധികം നല്ല വലുതാണ്. അപ്പോൾ വീണ്ടും അത് തുടരുക. വീണ്ടും കാണാം.